ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മസ്തിഷ്ക മരണം എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഈ കഥ നടക്കുന്നത് 2046 ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സാങ്കേതിക വിദ്യയും എയും ഒക്കെ ഒരുപാട് വളർന്നൊരു കാലഘട്ടം. ഒരു മനുഷ്യന്റെ മെമ്മറീസ് പോലും വിൽക്കപ്പെടുന്നുണ്ടായിരുന്നു. ചൈനയിൽ ഒരു ഹോസ്പിറ്റലില് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആൾക്കാരുടെയും ബ്രെയിൻ ഡെത്തായ ആൾക്കാരുടെയും എല്ലാം തന്നെ മെമ്മറീസ് കളക്ട് ചെയ്ത് ഒരു കാസറ്റ് പോലെ രൂപത്തിലാക്കി മറ്റുള്ളവർക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. മെമ്മറീസ് പ്രത്യേക ഡിവൈസിന്റെ സഹായത്തോടു കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗെയിം കാണുന്ന പോലെ ആ മെമ്മറീസ് നമുക്ക് കാണാനും ആരുടേതായിരുന്നു ആ മെമ്മറീസ് അയാളായിട്ട് ആ മെമ്മറിക്കുള്ളിൽ പോകാനും സാധിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ മൂവിയിലെ നായകനായ നിമലാകട്ടെ ഈദൻ സ്വാർ എന്ന് പറയുന്ന ഒരു മെമ്മറി കാസറ്റ് തന്റെ ഡിവൈസിൽ കണക്ട് ചെയ്ത് ഈദൻ എന്ന് പറയുന്ന ആളുടെ മെമ്മറിയിലേക്ക് പോകുന്നു. അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു. ഫോറിൻ കൺട്രീസിൽ എവിടെയോ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ. യുദ്ധമുഖത്ത് അയാൾ ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവൻ ആ മെമ്മറിക്കുള്ളിലൂടെ കാണാമായിരുന്നു. അതായത് അയാളായിട്ട് ആ സമയം യുദ്ധമുഖത്തുണ്ടായിരുന്നത് ബിമലായിരുന്നു. ആ യുദ്ധമുഖത്ത് അപകടത്തിൽപ്പെട്ട് അയാൾ വീഴുന്നിടം വരെയുള്ള മെമ്മറീസ് അവൻ അതിലൂടെ കാണാൻ പറ്റി. ബിമലിന്റെ വൈഫിന്റെ പേരായിരുന്നു അനിന്ത്യ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പ് അവരുടെ മകൾ മരിച്ചുപോയി. ജന്മനാ തന്നെ ബ്രെയിനിലുണ്ടായിരുന്ന ഒരു അസുഖം കാരണമായിരുന്നു അവരുടെ കുട്ടി മരിച്ചത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. എന്നാലും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ കാണാറുണ്ടായിരുന്നു. അനിന്ത്യയുടെ ഇപ്പോഴുള്ള ബോയ്ഫ്രണ്ടിന്റെ പേരായിരുന്നു ആൽഫ എന്ന്. നമ്മുടെ മനസ്സിലെ ചീത്ത മെമ്മറീസും സങ്കടം ഉണ്ടാക്കുന്ന മെമ്മറീസും ഒക്കെ തന്നെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ടെക്നോളജി വളർന്നിട്ടുണ്ടായിരുന്നു. മകളെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ഒരുപാട് അനിന്ത്യയെ വേട്ടയാടാൻ തുടങ്ങിയതോടുകൂടി അവള് പോയി തന്റെ മകളുടെ എല്ലാ മെമ്മറീസും എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ബിമലിന് തന്റെ മകളുടെ മെമ്മറീസ് ഇതുവരെയും എറേസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. മകളുടെ മരണം ഇപ്പോഴും അവന്റെ ഉള്ളിൽ വേദനയായിട്ട് തന്നെ കിടക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ അവന് പേടിയായതുകൊണ്ടായിരുന്നു ഇതുപോലുള്ള മരണപ്പെടാൻ പോകുന്ന ആൾക്കാരുടെ മെമ്മറീസ് എല്ലാം തന്നെ അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നോളജിയുടെ സഹായം തേടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിന്ത്യയാകട്ടെ ബിമലിനോട് പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്രിഡ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഇല്ലേ, ആ സ്ത്രീയുടെ ഒരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. സൈമൺ എന്ന് പറയുന്ന ഒരാളുടെ മെമ്മറിയാണത്. അയാളും ഫ്രിഡയും തമ്മിൽ ഫിസിക്കലായിട്ട് ബന്ധപ്പെടുന്നതായിരുന്നു ആ ഒരു മെമ്മറി. അയാളുടെ ആ മെമ്മറി ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. അത് നമ്മുടെ ചാർലിയുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. നിനക്ക് ഫ്രിഡയെ ഒരുപാട് ഇഷ്ടമായ സ്ഥിതിക്ക് ആ ആക്ട്രസിന്റെ കൂടെയുള്ള ഒരു രാത്രി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആ സൈമൺസ് മെമ്മറി എന്ന് പറയുന്ന കാസറ്റ് നീ യൂസ് ചെയ്താൽ മതി. അവൻ ആ സമയം ഫ്രിഡയെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. കുറെ ഐറ്റം ഡാൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഫ്രിഡയെ അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അനന്ത്യയുടെ ഭയ പറഞ്ഞ് പോകാൻ നേരം അവളാകട്ടെ വിമലിനോട് പറയുന്നുണ്ട്, നമ്മുടെ മകൾ നഷ്ടപ്പെട്ടതിൽ എന്റെയോ നിന്റെയോ ഒരു കുറ്റവും ഇല്ല. അതുകൊണ്ട് നിന്റെ ലൈഫെങ്കിലും നീ സ്പോയിൽ ചെയ്യാതിരിക്കണം. ഞാൻ ആ മെമ്മറീസ് ഒക്കെ എറേസ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. നീയോ ആ സങ്കടപ്പെടുന്ന മെമ്മറീസ് എല്ലാം എറേസ് ചെയ്യുന്നത് തന്നെ നല്ലത്. എന്നാൽ അവന് തന്റെ മകളുടെ മെമ്മറീസ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി തന്റെ ബ്രെയിനിൽ നിന്ന് എറേസ് ചെയ്ത് കളയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്റെ മകളുടെ ഓർമ്മകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഡ്രഗ്സും മറ്റും യൂസ് ചെയ്യുമായിരുന്നു. അതിനിടയ്ക്ക് അനിന്ത്യ പറഞ്ഞ പ്രകാരം അവനാകട്ടെ ചാർലിയെ പോയി കാണുന്നു. ചാർലിയുടെ അടുത്താണല്ലോ ആക്ട്രസ് ഫ്രിഡയുടെ ഒരു ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. അത് അവരുടെ കൂടെ ബന്ധപ്പെട്ട സൈമൺ എന്ന് പറയുന്ന ഒരാളുടെ മെമ്മറി ആയിരുന്നല്ലോ. ചാർലിയോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ചാർലി പറയുന്നുണ്ട്, ആ മെമ്മറി നമ്മൾ കാണുകയാണെങ്കിൽ അതിനകത്ത് ഫ്രിഡയുടെ കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സൈമൺ ആയിട്ടാണ് നമ്മൾ ആ മെമ്മറിക്കുള്ളിൽ പോകുന്നത്. നമുക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും, ഫീൽ ചെയ്യാനും പറ്റും. ചാർലി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തനിക്കതൊന്ന് ഫീൽ ചെയ്യണമെന്ന് ബിമലിന് തോന്നാൻ തുടങ്ങി. ചാർലിയുടെ കയ്യിൽ നിന്ന് ആ ഒരു മെമ്മറി അടങ്ങുന്ന കാസറ്റ് ബിമൽ വാങ്ങുന്നു. അതിനിടയ്ക്ക് ഫ്രിഡയെ പറ്റി ചില ഡീറ്റെയിൽസ് നമ്മളെ കാണിക്കുന്നുണ്ട്. ഫ്രിഡയുടെ യഥാർത്ഥ പേര് ശാലിനി എന്നായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഫ്രിഡ വന്നത്. അവൾക്ക് ഒരുപാട് ഹേറ്റേഴ്സും ഉണ്ടായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന പല വർക്കേഴ്സിനും അവളുടെ അസൂയായിരുന്നു. ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആക്ട്രസ് ആണ് ഫ്രിഡ. അവളുടെ പേരിൽ അമ്പലം വരെ ചിലർ പണിതിട്ടുണ്ട്. അതിനിടയ്ക്ക് ഹരികുമാർ എന്ന് പറയുന്ന ഒരാളെയും കാണിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് പല റിവ്യൂസും കൊടുക്കുന്ന മീഡിയയിലുള്ള ആളായിരുന്നു ഹരികുമാർ. ചാർലിയുടെ അടുത്ത് നിന്നും സൈമൺ മെമ്മറി എന്ന് പറഞ്ഞ കാസറ്റും വാങ്ങി വീട്ടിലെത്തിയ വിമലാകട്ടെ അത് യൂസ് ചെയ്ത് നോക്കുന്നു. അവൻ കടന്നു പോകുന്നത് സൈമണിന്റെ ഒരു മെമ്മറിയിലേക്കാണ്. സൈമൺ ഏതോ ഒരു ഹോട്ടലിന്റെ കോറിഡോറിൽ നിൽക്കുന്നു. സൈമൺ ആയിട്ട് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ബിമലാണ്. അവന്റെ ഫ്രണ്ടിലായിട്ട് ഫ്രിഡയുണ്ടായിരുന്നു. ഫ്രിഡ അവനെ അടുത്തേക്ക് വിളിക്കുന്നു. പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ചോദിക്കുന്നു. അവൻ തന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ കയ്യിൽ മണ്ണെണ്ണയും കയറും ഒരു ലൈറ്ററും ഉണ്ടായിരുന്നു. ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഫ്രിഡ പറയുന്നുണ്ട്, നമുക്ക് ഇവിടുത്തെ CCTV റൂം കത്തിക്കണമെന്ന്. ഫ്രിഡയാകട്ടെ ഇയാളെ ഷാജി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ മെമ്മറിയിൽ സൈമൺസ് മെമ്മറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സൈമണിന്റെ മെമ്മറിയാണോ ഷാജിയുടെ മെമ്മറിയാണോ എന്നൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും ബിമൽ ഇപ്പോൾ ഫ്രിഡ വിളിക്കുന്ന ഷാജിയായിട്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. അവൻ വിചാരിച്ചത് ഫ്രിഡ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഹോട്ടൽ റൂമിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ്. അതുകൊണ്ടാണ് CCTV മറ്റും നശിപ്പിച്ച് കളയാൻ പറയുന്നതെന്നും. എന്താണെങ്കിലും ഫ്രിഡയുടെ കൂടെ അവൻ പോയി ആ CCTV റൂമെല്ലാം കത്തിക്കുന്നു. ഈ ആളിക്കത്താൻ തുടങ്ങിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാരെല്ലാം തന്നെ തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. ആ സമയം ഫ്രിഡയാകട്ടെ അവൾ അവിടെ എടുത്തിരുന്ന റൂമിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നതാകട്ടെ തറയിൽ മരിച്ചു കിടക്കുന്ന ഒരാളെയാണ്. അയാളുടെ പേര് ക്ലിന്റ് മാർത്താണ്ഡൻ എന്നായിരുന്നു. ഇത് കണ്ടതും വിമല് വല്ലാതെ പേടിക്കാൻ തുടങ്ങി. ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കൊലപാതകത്തിന്റെ മെമ്മറിയിലേക്കാണല്ലോ താൻ വന്നതെന്ന് അവൻ ചിന്തിക്കുന്നു. ഫ്രിഡയാകട്ടെ ഇവനോട് പറയുന്നുണ്ട്, ഇയാള് ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടുവന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാ. വേറെ വഴിയില്ലാതെ എനിക്ക്
അയാളെ കൊല്ലേണ്ടി വന്നുവെന്ന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ബോഡി ഒളിപ്പിക്കാൻ ഷാജി എന്നെ ഹെൽപ്പ് ചെയ്യണം. ആ സമയം അവിടെ ഷാജി എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം തന്നെ അവന്റെ മെമ്മറിയിലേക്ക് എത്തിയ ബിമൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷാജി ഫ്രെഡയെ സഹായിക്കാനാണ് തീരുമാനിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കാർപ്പറ്റില് ക്ലിന്റിന്റെ മൃതദേഹം അവർ പൊതിയുന്നു. ഫ്രെഡയുടെ ഒരു വലിയ ഫാനാണ് ഈ ഷാജി എന്ന് ഫ്രെഡയുടെ സംസാരത്തിൽ നിന്നും ബിമൽ മനസ്സിലാക്കുന്നുണ്ട്. ആരും കാണാതെ ആ കാർപ്പറ്റിൽ പൊതിഞ്ഞ ബോഡിയുമായിട്ട് അവർ നേരെ പോകുന്നത് തങ്ങളുടെ കാറിലേക്കാണ്. കാറിൽ ആ ബോഡിയും വെച്ച് അവിടെ നിന്ന് അവർ കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് വന്ന ഹരിയാകട്ടെ അവരെ തടഞ്ഞു നിർത്തുന്നു. തന്നെ അടുത്തുള്ള ജംഗ്ഷനിലൊന്നിറക്ക് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിക്കിക്കുള്ളിൽ ബോഡിയുണ്ട്. ഇയാളത് കാണുമോ എന്നുള്ള പേടിയുണ്ട്. എന്താണെങ്കിലും തൽക്കാലം ഹരി അവർ വണ്ടിയിലേക്ക് കയറ്റി. കാറിലിരിക്കെ ഹരിയാകട്ടെ ക്ലിന്റ് മാർത്താണ്ഡനെ മാഡത്തിന് അറിയാമോന്ന് ചോദിക്കുന്നു. അയാളൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അയാൾ മാഡത്തെ പറ്റിയുള്ള പല ഡീറ്റെയിൽസും എടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഡത്തിന്റെ ഫുൾ ചരിത്രവും അയാൾക്ക് കൊടുത്തത് ഞാനാണ്. ഇന്ന് മാഡം ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലിലേക്ക് വരാൻ കാരണവും ഞാൻ തന്നെയാണ്. ഞാനാണ് മാഡത്തിനെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞതും. പക്ഷേ ക്ലിന്റ് മാർത്താണ്ഡനെ ഇവിടെ വന്ന ശേഷം ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. മാഡം ഹോട്ടലിൽ എത്തിയ ശേഷമാണ് അയാളെ കുറിച്ച് ഒരു അറിവുമില്ലാത്തത്. അയാൾ എവിടെ പോയെന്ന് മാഡത്തിന് അറിയാമോ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഫ്രെഡയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട്, ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെ ഹരിയോട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളാണല്ലേ അയാളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന്. ആ ദേഷ്യത്തിൽ ഹരിയെ റോഡിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു. എന്നാൽ കാറിൽ നിന്ന് ഇറങ്ങിയ ഹരിയാകട്ടെ തന്റെ കയ്യിൽ ബ്ലഡ് പറ്റിയിരിക്കുന്ന കാണുന്നു. കാറിൽ നിന്ന് എവിടെ നിന്നോ അയാളുടെ കയ്യിൽ ബ്ലഡ് പറ്റിയതാണ്. ഫ്രെഡ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഹരിക്ക് മനസ്സിലായി. അവരുടെ വണ്ടിയെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അതുവഴി വന്ന റോബോട്ട് ഓടിക്കുന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ഹരി അവരെ ഫോളോ ചെയ്തു പോകുന്നു. കാറിന്റെ GPS-ഉം നമ്പറും എല്ലാം ഉപയോഗിച്ച് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ ആ കാലത്ത് എല്ലാ ടെക്നോളജിയും വളർന്നിട്ടുണ്ടായിരുന്നു. ഫ്രെഡയും പേടിക്കുന്നുണ്ട് ഇയാളെ തങ്ങളെ ഫോളോ ചെയ്ത് വരുമോ എന്ന്. അതിനു മുമ്പ് ഈ ബോഡി എങ്ങനെയെങ്കിലും കുഴിച്ചിട്ടെങ്കിലേ പറ്റൂ. അങ്ങനെ അവർ സേഫ് ആയിട്ടൊരു സ്ഥലം കണ്ടെത്തി അവിടെ കുഴിയെടുക്കാൻ ആരംഭിച്ചു. എന്നാൽ ഇവർ കുഴിയെടുത്ത് ബോഡി അതിനുള്ളിലേക്ക് ഇട്ടതും ഇവരെ ഫോളോ ചെയ്ത് വന്ന ഹരിയാകട്ടെ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ആ ക്ലിന്റിനെ കൊന്നല്ലേ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, ഉറപ്പായിട്ട് ഞാനിത് പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഹരി ബഹളം ഉണ്ടാക്കിയതും വേറെ നിവർത്തിയില്ലാതെ ഫ്രെഡയാകട്ടെ അയാളുടെയും തലക്കടിച്ച് ആ കുഴിയിലേക്ക് ഇടുന്നു. ഒരു കൊല മറയ്ക്കാൻ വന്നിട്ട് ഇപ്പോൾ 2 കൊലപാതകമായിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ബിമൽ പേടിച്ചിരിക്കുകയാണ്. ഫ്രെഡയാകട്ടെ ഷാജി എന്ന് വിളിച്ചുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു ഷാജി. ഷാജി എന്റെ വലിയ ഫാനല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം മറച്ചു വെക്കാൻ എന്റെ കൂടെ നിൽക്കണം. ഷാജിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതിനിടയ്ക്ക് അടികൊണ്ട് താഴേക്ക് വീണ ഹരിയാകട്ടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഫ്രെഡയുടെ കാലിൽ പിടിച്ച് ആ കുഴിയിലേക്ക് അവളെ ഇടുന്നു. കുഴിയിൽ വെച്ച് തന്നെ ഫ്രെഡ അയാളെ പൂർണ്ണമായിട്ടും കൊല്ലുന്നു. അതിനുശേഷം ഒരു സോംബി പോലെയായിരുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇതെല്ലാം കണ്ട് ബിമൽ പേടിച്ചിരിക്കുകയാണ്. ആ മെമ്മറി അവിടെ വെച്ച് സ്റ്റക്കായിരിക്കുകയായിരുന്നു. അതിനുശേഷം മുന്നോട്ട് ആ മെമ്മറി പോകുന്നുണ്ടായിരുന്നില്ല. അത്രയുമേ ആ ഒരു ക്ലിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. മെമ്മറി അവസാനിച്ചതും ആ ഡിവൈസിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ബിമലാകട്ടെ പേടിച്ചു വരച്ച് നിൽക്കുകയായിരുന്നു. എന്തോ തുണ്ടു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഈ മെമ്മറിയിലേക്ക് കയറിയിട്ട് അവസാനം അവൻ കണ്ടത് മുഴുവൻ മർഡർ ആയിരുന്നു. ഈ മെമ്മറി ഒറിജിനൽ ആണെങ്കിൽ ഇതിൽ ഫ്രെഡയുടെ കൂടെ നിന്ന ഷാജിയുടെ മെമ്മറിയാണിത്. അവൻ ചാർലിയെ കണ്ട് താൻ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ചാർലി പറയുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ ഇത് കണ്ട ബാക്കി എല്ലാവരും കണ്ടത് ഫ്രെഡെ അയാളുമായിട്ടുള്ള സെക്സ് വീഡിയോ ആണ്. നീ മാത്രം എന്താ മർഡർ കണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ആ മെമ്മറി എന്തെങ്കിലും മോഡിഫൈ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്നു. കാരണം മെമ്മറിയിൽ ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷനൊക്കെ ആ ഡിവൈസിൽ ഉണ്ടായിരുന്നു. എന്നാൽ താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ മെമ്മറി അതുപോലെ തന്നെയാണ് കണ്ടതെന്നാണ് ബിമൽ പറയുന്നത്. ഏകദേശം 6 വർഷം മുമ്പുള്ള ഒരു മെമ്മറി ആയിരുന്നു ഇത്. ഇപ്പോൾ പ്രസന്റിലുള്ള ഫ്രെഡയെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവളുടെ സോഷ്യൽ മീഡിയസിലെല്ലാം തന്നെ പല ആൾക്കാരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അവളുടെ കൂടെയുള്ള ഒരു ഫിസിക്കൽ വീഡിയോ തങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തു എന്ന്. ഇങ്ങനെ ഒരുപാട് പേര് കമന്റ് ഇട്ടതോടുകൂടി ഫ്രെഡ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അവളുടെ കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട ആരുടെയോ മെമ്മറി ലീക്കായിരിക്കുന്നു. അതാണ് പല ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തത്. അത് കാരണം അവള് ഇതിന്റെ പേരിൽ പ്രവീൺ ശങ്കർ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയി കേസ് കൊടുക്കുന്നു. ഈ വക കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന ഒരു ഓഫീസർ ആയിരുന്നു അയാൾ. ഫ്രെഡയുടെ കൂടെ അവളുടെ മാനേജറും അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. ഡെസ്ഡിമോണ എന്നാണ് അവളുടെ മാനേജറിന്റെ പേര്. ആംബർ എന്നാണ് ഈ അസിസ്റ്റന്റിന്റെ പേര്. താനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനൊരു മെമ്മറി ലീക്കായ വിവരം ഓഫീസറിനെ അറിയിച്ചതോടുകൂടി ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഇത് ആരൊക്കെ കണ്ടുവെന്നും ആരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു എന്നൊക്കെ അവർ കണ്ടുപിടിക്കുന്നു. ഇതാദ്യം കണ്ടത് ചാർലിയാണെന്നും ചാർലിയിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് എത്തിയതെന്നും മനസ്സിലാക്കി ആദ്യം അവർ ചാർലിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ചൈനയിലെ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരുന്ന സൈമൺ എന്ന് പറയുന്ന ഒരാളുടെ മെമ്മറി ആയിരുന്നു ഇതെന്ന് ചാർലി പറയുന്നുണ്ട്. എന്നാൽ സൈമൺ എന്നൊരാളെ ഫ്രെഡയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനൊരാളുടെ കൂടെ അവൾ ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല. ഇനിയിപ്പോ ഈ സൈമൺ ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈമണിന്റെ മെമ്മറിക്കുള്ളിൽ ഫ്രെഡ സ്വയം പോയെങ്കിലേ പറ്റൂ. അങ്ങനെ അവളും ആ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി സൈമൺസ് മെമ്മറി എന്ന് പറയുന്ന ആ മെമ്മറിക്കുള്ളിലേക്ക് പോകുന്നു. അവിടെ നേരത്തെ ഷാജി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നില്ലേ, ആ സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഫ്രെഡയാണ്. പക്ഷേ ബിമല് കണ്ട പോലെ CCTV റൂം കത്തിക്കാനോ കൊലപാതകം ചെയ്യാനോ ഒന്നും ആയിരുന്നില്ല ഇപ്പോൾ ഫ്രെഡ ഷാജിയെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ട് ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനുമായിട്ട് കുറച്ച് ഫിസിക്കൽ ആകാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് പെട്ടെന്ന് സൈഡിലായിട്ട് തലയ്ക്ക് അടികൊണ്ട് കിടക്കുന്ന ക്ലിന്റ് എഴുന്നേറ്റ് നിന്ന് ചിരിക്കുന്നതായിട്ടും ഫ്രെഡ കാണുന്നുണ്ട്. ഫ്രെഡ ആകെ കൺഫ്യൂസ്ഡ് ആയി അതുപോലെ തന്നെ പേടിക്കുകയും ചെയ്ത് ആ ഡിവൈസ് തലയിൽ നിന്ന് ഊരി മാറ്റുന്നു. താൻ എന്താ കണ്ടേന്നൊന്നും തന്നെ മറ്റാരോടും ഫ്രെഡ പറഞ്ഞില്ല. എന്നാൽ ആ പ്രവീൺ എന്ന് പറയുന്ന ഓഫീസറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു
ഫ്രിഡ എന്തോ കണ്ടിട്ടുണ്ടെന്ന്. ചാർലി ഉൾപ്പെടെ ഒരുവിധ ആൾക്കാരെല്ലാം കണ്ടത് ഫ്രിഡയും ഷാജിയും തമ്മിലുള്ള ഫിസിക്കലായിട്ടുള്ള വീഡിയോ ആണ്. പക്ഷെ ബിമല് മാത്രം കണ്ടത് ഷാജിയുടെ സഹായത്തോടെ അവൾ നടത്തിയ കൊലപാതകവും. എന്താണെങ്കിലും ഈ മെമ്മറി എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ ആൾക്കാരെയും പ്രവീണിന്റെ സംഘം കസ്റ്റഡിയിലെടുക്കുന്നു. ആ കൂട്ടത്തില് നമ്മുടെ ബിമലിനെയും ഇവർ അറസ്റ്റ് ചെയ്യുന്നു. ഓരോരുത്തരെയും ചോദ്യം ചെയ്യുമ്പോൾ അവരെല്ലാവരും പറഞ്ഞത് തങ്ങളെല്ലാം സെക്സ് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഈ മെമ്മറി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചതെന്ന്. ആ മെമ്മറി എക്സ്പീരിയൻസ് ചെയ്തവരുടെ കൂട്ടത്തില് ഒരു അധ്യാപകൻ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ ഗ്യാങ്ങിലേക്ക് ബിമലിന്റെ എക്സ് വൈഫ് അനിന്ദയും അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് ആൽഫയും ഉണ്ടായിരുന്നു. ബിമൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കയറിയതെന്ന്. ഫ്രിഡയുടെ വീഡിയോ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് വെറുതെ അതിനുള്ള എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കയറിയതാണെന്നാണ് അനിന്ദ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ കൊലപാതകം കണ്ടോന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ബിമലിനോട് ചോദിക്കുന്നുണ്ട് ഏത് കൊലപാതകമെന്ന്. അവരാരും കണ്ടതല്ലായിരുന്നു ബിമൽ കണ്ടിരിക്കുന്നത്. പ്രവീൺ എല്ലാവരും ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് മനസ്സിലായി ബാക്കി എല്ലാവരും കണ്ടത് ഫ്രിഡയുടെ സെക്സ് വീഡിയോ ആണ്. എന്നാൽ ബിമൽ മാത്രം കണ്ടത് ഫ്രിഡ രണ്ടുപേരെയും കൊല്ലുന്നതാണ്. താൻ കണ്ട കാര്യങ്ങളെല്ലാം പ്രവീണിനോട് പറയുന്നു. ഇവൻ പറയുന്നത് സത്യമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ക്ലിന്റിനെ പറ്റിയും മീഡിയക്കാരനായ ഹരിയെ പറ്റിയും ഇവർ അന്വേഷിക്കുന്നു. ആ രണ്ടാൾക്കാരും 6 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതോടുകൂടി ബിമൽ കണ്ട കാര്യങ്ങൾ സത്യമാകാനുള്ള ചാൻസ് കൂടുതലാണെന്നും പ്രവീണിന് മനസ്സിലായി. കാരണം അവൻ കള്ളം പറയുകയല്ല എന്ന് അവനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസിലൂടെ അവർക്ക് ഈസിയായിട്ട് കണ്ടെത്താമായിരുന്നു. ആ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം തനിക്ക് അറിയാമെന്ന് ബിമൽ പറയുന്നുണ്ട്. അവൻ എക്സ്പീരിയൻസ് ചെയ്ത മെമ്മറിയിലൂടെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രിഡ കുഴിച്ചിട്ട ആ 2 മൃതദേഹങ്ങളുള്ള സ്ഥലം ഇവൻ കാട്ടിക്കൊടുക്കുന്നു. ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അവരവിടെ എത്തിയപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗിന്റെ അടിയിൽ ഇപ്പോഴും ആ മൃതദേഹങ്ങളുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. ബിമലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിമലിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് അവന്റെ വക്കീലും വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ഡോൺ എന്നാണ്. എന്നാൽ പ്രവീൺ ആകട്ടെ ബിമലിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ പറഞ്ഞ പോലെ ഫ്രിഡ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് ഫ്രിഡയുടെ കൂടെ ആ കൊലയ്ക്ക് കൂട്ടുനിന്ന ആളുടെ മെമ്മറിയാണ്. ആ ആളുടെ മുഖം നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ കേസിനൊരു ബലമാകും. മെമ്മറിയിലേക്ക് കടക്കുമ്പോൾ ഫ്രിഡയുടെ പാർട്ട്ണറിന്റെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളെയാണ് കാണുന്നത്. പക്ഷെ അടുത്ത് എവിടെയെങ്കിലും മിറർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മിററിലേക്ക് നോക്കുമ്പോൾ ഒറിജിനലായിട്ട് അവിടെ ആരാണോ ഉണ്ടായിരുന്നത് അയാളുടെ ഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഒരു തവണ കൂടി ആ മെമ്മറിക്കുള്ളിലേക്ക് പോയിട്ട് ഫ്രിഡയുടെ കൂടെ കൊലയ്ക്ക് കൂട്ടുനിന്ന ഫ്രിഡ ഷാജിന്ന് വിളിച്ച ആ ആളെ നമുക്ക് കണ്ടെത്തണം. അങ്ങനെ ബിമൽ വീണ്ടും ആ മെമ്മറിയിലേക്ക് പോകുന്നു. മെമ്മറിയിൽ പലയിടങ്ങളിലും പൊട്ടിച്ചിതറിയ ഗ്ലാസുകൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ ഫ്രിഡയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഷാജി എന്ന് പറയുന്ന ആളുടെ മുഖം അവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിലാക്കിയ ഫേസ് വെച്ചിട്ട് ഒരു ഐഡിയ ഇവർക്ക് കൊടുക്കുകയും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഷാജി എന്ന് പറയുന്ന ആളുടെ ഒരു സ്ട്രക്ചർ തന്നെ ഇവർ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നു. ആ സമയം ഇവിടെ ഫ്രിഡ തന്റെ മാനേജറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അപ്പോൾ ക്ലിന്റിനെ ഹരിയും കൊന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ഫ്രിഡ അവരോട് പറയുന്നുണ്ട് ഞാൻ തന്നെയാണെന്ന്. പക്ഷേ ഈ കേസിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഊരിപ്പോരണം. അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതാ ഷാജി ആയിരുന്നു എന്നും ഫ്രിഡ പറയുന്നു. നിരന്തരമായിട്ട് ഫ്രിഡയ്ക്ക് മെസ്സേജ് അയച്ചിരുന്ന ഒരു ഫാനായിരുന്നു ഷാജി. ക്ലിന്റിനെ അറിയാതെ കൊന്ന സമയത്ത് ആ മൃതദേഹം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സമയം ഷാജിയുടെ സഹായം തേടാനാണ് ഫ്രിഡയ്ക്ക് തോന്നിയത്. അങ്ങനെ ഷാജിയെ കോണ്ടാക്ട് ചെയ്ത് ഷാജിയും കൂട്ടി അവിടെ പോവുകയും ആ മൃതദേഹം അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്തു. വഴിയിൽ വെച്ചാണ് ഹരിയെ കാണുന്നതും ഹരി ഇവരുടെ കള്ളത്തരം മനസ്സിലാക്കുന്നതും വേറെ നിവൃത്തിയില്ലാതെ ഹരിയെ കൊല്ലേണ്ടി വന്നതും. ആ ഷാജിയുമായിട്ട് ഫിസിക്കലായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് മാനേജർ ഫ്രിഡയോട് ചോദിക്കുമ്പോൾ ഫ്രിഡ പറയുന്നുണ്ട് ഷാജിയുമായിട്ട് ഫിസിക്കലായിട്ട് ഒന്നും തന്നെ നടന്നിട്ടില്ല. പക്ഷെ ഷാജിയുടെ ആ മെമ്മറിയില് താനുമായിട്ടുള്ള ശാരീരിക ബന്ധം എങ്ങനെ വന്നു എന്ന് തനിക്ക് അറിയില്ല എന്നും ഫ്രിഡ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഒഴികെ ബിമൽ മാത്രം കൊലപാതകത്തിന്റെ വീഡിയോ കണ്ട വിവരം ഫ്രിഡയെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കേസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് ഊരിപ്പോരാനുള്ള ഐഡിയാസ് ആലോചിക്കുകയായിരുന്നു ഫ്രിഡ. ബിമലിന്റെ സഹായത്തോടു കൂടി ഷാജിയുടെ ഫേസ് ഇവർ ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് വാണ്ടഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്ററായിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും എല്ലാം തന്നെ ഷാജിയുടെ ചിത്രം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ബിമലിനെ തൽക്കാലം ഓഫീസേഴ്സ് അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. എന്നാൽ തന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതെല്ലാം തന്നെ ഷാജി ഒരിടത്ത് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം ബിമലാണെന്ന് മനസ്സിലാക്കി ഷാജി ആകിട്ട് ബിമലിനെ ഫോളോ ചെയ്തു പോകുന്നു. ആ സമയം ബിമൽ കോടതിയിൽ സാക്ഷി പറയുകയാണെങ്കിൽ തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ഫ്രെഡിയും അവളുടെ അസിസ്റ്റന്റും ചേർന്നിട്ട് നിഞ്ച എന്ന് പറയുന്ന ഒരാളെ ബിമലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ബിമലിന്റെ വീട്ടിലേക്ക് അവനെ കൊല്ലാൻ ഈ നിഞ്ച വരുന്നതും അവനെ തേടി ഷാജി വരുന്നതും ഒരേ സമയത്താണ്. പിന്നെ ഇവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് തന്നെ കൊല്ലാനാണ് നിഞ്ച വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ബിമലാകട്ടെ പോലീസിനെ കോൾ ചെയ്യുന്നു. പോലീസുകാരെത്തി ഷാജിയും നിഞ്ചയും കൈയോടെ പിടിക്കുന്നു. നിഞ്ചയെ അയച്ചത് ഫ്രെഡയാണെന്ന് മനസ്സിലായതോടുകൂടി പ്രവീൺ വന്നിട്ട് ഫ്രെഡയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഡെഡ് ബോഡീസ് കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും ഫ്രെഡയുടെ DNA കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ദൃക്സാക്ഷിയായിട്ട് ബിമലിന്റെ പേര് അവർ ചേർത്തിട്ടുണ്ട്. അവനാണുള്ള മെമ്മറിയിലൂടെ ഇതെല്ലാം കണ്ടത്. തന്റെ ഇമേജ് നഷ്ടപ്പെടുമെന്നും കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വർക്കൊന്നും കിട്ടില്ലെന്നും മനസ്സിലാക്കി ഫ്രെഡയാകട്ടെ പുതിയൊരു ഐഡിയ തിരഞ്ഞെടുക്കുന്നു. അവളുടെ ലൈഫിൽ സംഭവിച്ച ഈ കാര്യങ്ങളും കോർട്ട് റൂമിൽ നടക്കാൻ പോകുന്ന നാടകീയ രംഗങ്ങളും എല്ലാം തന്നെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവരിതെല്ലാം ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യും. അതിലൂടെ അവൾക്ക് നല്ലൊരു വരുമാനവും കിട്ടും. ഇപ്പോഴത്തെ ചില സെലിബ്രിറ്റീസ് അവരുടെ വിവാഹ
വിവാഹത്തിന് നടന്ന ഫംഗ്ഷൻസിന്റെ വീഡിയോസ് എല്ലാം തന്നെ OTT പ്ലാറ്റ്ഫോംസിന് വിൽക്കുന്ന പോലൊരു പരിപാടിയായിരുന്നു ഇത്. കോടതിയിൽ നടക്കാൻ പോകുന്ന തന്റെ കേസിന്റെ വിചാരണ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ റൈറ്റ്സ് അവളുടെ ഒരു ചാനലിന് വിറ്റു. അങ്ങനെ ജനങ്ങൾ മുഴുവൻ ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ചാനൽ കൊടുക്കുന്ന പല കോസ്റ്റ്യൂംസിലായിരുന്നു ഫ്രിഡ ഹിയറിംഗിന് വേണ്ടി വന്നുകൊണ്ടിരുന്നത്. 2046 നടക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് തന്നെ കോടതിയും വിചാരണയും ജഡ്ജിയുടെ അപ്പിയറൻസും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. സെലിബ്രിറ്റീസ് വരുന്ന പോലെയായിരുന്നു ഓരോ കുറ്റവാളികളും ആ കോടതിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. സെക്സ് വീഡിയോ കാണാൻ ശ്രമിച്ചതിന്റെ പേരിൽ ചാർലിക്കും വിമലിനും മറ്റാൾക്കാർക്കുമെതിരെ എല്ലാം തന്നെ കേസുണ്ടായിരുന്നു. തന്റെ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഫ്രിഡയും ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രിഡയുടെ പക്ഷം വാദിക്കുന്നത് ഇങ്ങനെയായിരുന്നു: വിമൽ സ്കൂൾ ടൈമിൽ തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണാറുണ്ടായിരുന്നുവെന്നും അവൻ മെന്റലി ഫിറ്റല്ല എന്നും അവന്റെ മകളുടെ മരണശേഷം അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ. അത് കാരണം അവൻ കണ്ടു എന്ന് പറയുന്ന മെമ്മറി ഒന്നും തന്നെ കറക്റ്റ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ ബിമലിന്റെ വക്കീല് പറയുന്നുണ്ട് അവൻ കണ്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ ആ സ്ഥലത്ത് പോയി തങ്ങൾ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും മർഡർ നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കുമെന്നും. കാരണം മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് അവളുടെ DNAസും മറ്റും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഫ്രിഡയുടെ ഭാഗം വാദിക്കുന്നുണ്ട് കുറച്ചു നാൾ മുമ്പ് തന്നെ ഫ്രിഡ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്നും തന്റെ സ്റ്റെം സെൽസ് തന്നെ മാറ്റിയിട്ടുണ്ടെന്നും DNA വരെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും. അപ്പോൾ അന്ന് കൊലം നടത്തിയ ആള് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന ഫ്രിഡ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന്. എന്നാൽ എന്തൊക്കെ മാറ്റിയെന്ന് പറഞ്ഞാലും അന്നും ഇന്നും ഉണ്ടായിരുന്ന ഫ്രിഡ എന്ന് പറയുന്ന ആള് ഈ നിൽക്കുന്ന ഫ്രിഡ തന്നെയാണെന്ന് ബിമലിന്റെ വക്കീലും വാദിക്കുന്നു. വാദത്തിന്റെ ഇടയ്ക്ക് അവർ ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്ക് എടുക്കുമായിരുന്നു. അതിനിടയ്ക്ക് ചാനലുകാർ വന്ന് ഫ്രിഡയോട് പറയുന്നുണ്ട് സൈലന്റ് ആയിട്ട് കോർട്ട് റൂമിൽ ഇരിക്കാൻ പാടില്ല, കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടിരിക്കണം, എന്നാലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നുമെന്ന് പല രീതിയിലും അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡയ്ക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നു. അടുത്തതായിട്ട് ഡോൺ ആകട്ടെ ഷാജിയോട് നിങ്ങൾ കണ്ട കാര്യങ്ങൾ പറയാൻ പറയുമ്പോൾ ഷാജി പറയുന്നുണ്ട് താൻ ഫ്രിഡയുടെ വലിയൊരു ഫാൻ ആയിരുന്നുവെന്നും ഒരു ദിവസം ഫ്രിഡയുടെ ഒരു മെസ്സേജ് വന്നത് പ്രകാരമാണ് താൻ ഫ്രിഡ വിളിച്ചിട്ട് ആ ഹോട്ടൽ റൂമിലേക്ക് പോയതെന്നും. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഫ്രിഡയാകട്ടെ ക്ലിന്റിന്റെ ബോഡി ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ വിളിച്ചതെന്ന് ഷാജിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഫ്രിഡ നിർബന്ധിച്ചത് കാരണമാണ് ആ ബോഡി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയത്. തങ്ങളെ ഫോളോ ചെയ്ത് വന്ന ഹരിയെയും ഫ്രിഡ തന്നെയാണ് കൊന്നതെന്നും ഇവർ ഒരുമിച്ചാണ് കുഴിച്ചിട്ടതെന്നും പറയുന്നു. അപ്പോൾ ഫ്രിഡയുടെ കൂടെ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള ആ ഒരു മെമ്മറി എപ്പോൾ സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ ഷാജി പറയുന്നുണ്ട് അത് റിയൽ ആയിട്ട് സംഭവിച്ചതല്ല എന്ന്. അത് ഞാൻ കണ്ടൊരു സ്വപ്നമായിരുന്നു, ഞങ്ങൾ തമ്മിൽ സെക്സ് ചെയ്യുന്നതായിട്ട്. ആ സ്വപ്നവും മെമ്മറിയുടെ രൂപത്തിൽ ലീക്കായി. അതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടത്, അല്ലാതെ അതൊന്നും റിയൽ ആയിട്ട് നടന്നതല്ല. അപ്പോഴാണ് ചാർലി ഉൾപ്പെടെ ബാക്കി എല്ലാവരും മനസ്സിലാക്കുന്നത് തങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ആ മെമ്മറി ഷാജിയും ഫ്രിഡയും തമ്മിലുള്ള ഒറിജിനൽ ആയിട്ട് നടന്ന ഒരു സംഭവമല്ല എന്നും ഷാജിയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നും. പക്ഷെ ഇവന്റെ മെമ്മറി എങ്ങനെ ലീക്കായി എന്ന് ചോദിക്കുമ്പോൾ ഷാജി ആ കാര്യവും പറയുന്നു. ഷാജി ഇടയ്ക്ക് ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു. ചൈനയിൽ വെച്ച് ഷാജിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഫ്രിഡ നിഞ്ചയെ അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു കാലത്ത് ഈ കൊലപാതകത്തെ പറ്റി ഷാജി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രിഡയ്ക്ക് പ്രശ്നമാകുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് നിഞ്ചയാകട്ടെ ഷാജിയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ആ വെടിയുണ്ട ഏറ്റു വീണ ഷാജിയാകട്ടെ കുറച്ചു കാലം കോമയിലായിട്ട് ചൈനയിൽ ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ഷാജിയുടെ മെമ്മറി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് വിൽക്കാൻ ശ്രമിച്ചു. ഷാജി മോൻസ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് അവന്റെ മെമ്മറി കളക്ട് ചെയ്ത് ഡിവൈസിലാക്കാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് നേഴ്സിന് ഷാജി മോൻ എന്നുള്ള പേര് കേട്ടിട്ട് മനസ്സിലായില്ല. അത് കാരണം സൈമൺസ് മെമ്മറി എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് സൈമൺസ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഷാജിയുടെ മെമ്മറി ഈ ആൾക്കാരിലേക്ക് എത്തിയതും. ഇതോടെ ഫ്രിഡ കുറ്റം ചെയ്തു എന്നുള്ള കാര്യത്തില് എല്ലാവർക്കും ഉറപ്പായി. എന്നാൽ അക്കൂട്ടത്തില് ബിമലിനെ ശിക്ഷിക്കണമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ബിമൽ പറയുന്നുണ്ട് താൻ ഈ മെമ്മറി എല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചത് തന്റെ മകളുടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം തന്നെ തന്റെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. താൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ മകളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരാതിരിക്കൂ. അതുകൊണ്ടാണ് മരണത്തെ മുഖാമുഖം കണ്ട പല ആൾക്കാരുടെ മെമ്മറീസ് താൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത് ഒരു ജനിതക രോഗങ്ങളും വരാത്ത കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ ഇവിടെയുള്ള എല്ലാവർക്കും പറ്റും. അതെന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ബിമൽ പറയുന്നുണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയ കാശ് ആ സമയം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കുറെ ലോൺ അടയ്ക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോർമലായിട്ട് തന്നെ കൺസീവ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ അവരുടെ മകൾക്ക് ജന്മനാ തന്നെ രോഗം വരികയും കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു പോവുകയും ചെയ്തു. ഷാജിയുടെ മെമ്മറി എക്സ്പീരിയൻസ് ചെയ്ത ശേഷം കുറച്ച് ദിവസമായിട്ട് ഓരോ പ്രശ്നങ്ങളും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് നടന്നത് കാരണം മകളുടെ മെമ്മറീസ് ഒന്നും തന്നെ ഈ ദിവസങ്ങളിൽ എന്റെ മനസ്സിലേക്ക് വന്നില്ല. ഇതിലൂടെ അവൻ പറയുന്നുണ്ട് സെക്സ് വീഡിയോസ് കാണാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടല്ല ഞാൻ ആ ഷാജിയുടെ മെമ്മറി കാണാൻ ശ്രമിച്ചതെന്ന്. അവന്റെ ഭാഗത്ത് വലിയ തെറ്റുകളൊന്നുമില്ല എന്ന് കോടതിക്ക് മനസ്സിലായി. ബിമൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം പ്രേക്ഷകർക്ക് അവനോടുള്ള സഹാനുഭൂതിയും അനുകമ്പയൊക്കെ കൂടിക്കൂടി വരുന്നുവെന്ന് ചാനലിന്റെ ഭാഗത്തു നിന്നും ആൾക്കാര് ഫ്രിഡയ്ക്ക് അറിയിപ്പ് കൊടുക്കുന്നു. സിമ്പതി അവളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞെങ്കിലേ പറ്റൂ. ആ സമയം പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും പറയുന്നുണ്ട് ചാൻസ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രൊഡ്യൂസറെയാണ് ഞാൻ ആ നിമിഷം കൊന്നത്. ആ നിമിഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴിയുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയേണ്ടത് എന്നെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഞാൻ രാവിലെ എന്ത് കഴിച്ചു, എന്ത് കുടിച്ചു, പോരാഞ്ഞിട്ട് ഏത് ഡ്രസ്സ് ധരിക്കുന്നു. ഇനി ഏതെങ്കിലും ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവര് പറയും നീ എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ അവർക്കെല്ലാം ഞാൻ സെക്സ്
സെക്സി ആയിട്ട് അഭിനയിക്കുന്നത് കാണാനും എന്റെ ഐറ്റം ഡാൻസ് കാണാനും ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് എന്നെ കാണുകയും വേണം. എന്നാൽ ചില സമയത്ത് അവർ എന്നോട് അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കുന്നതിന് മോശം പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ എന്നെ പറ്റിയുള്ള ഓരോരോ ന്യൂസുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ വെറും ഒരു ബോഡി മാത്രമാണ്, ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് എല്ലാവരും അതിനെ കാണുന്നത്. ഞാനതൊരു മനുഷ്യനെ ആരും കാണുന്നില്ല. ഫ്രെഡി ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം പുറത്തുള്ള അവളുടെ ആരാധകർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾക്കെതിരെ സൈബർ ആക്രമണം അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി നിർമ്മിച്ച അവളുടെ അമ്പലം വരെ അവർ പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ ഫ്രെഡി ആകട്ടെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ ശേഷം ആരെയും താൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിൽ കരുതിയിരുന്ന തോക്കെടുത്ത് ജഡ്ജിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. ആൾക്കാരെല്ലാം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ആകെ ബഹളം നടക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഇടയ്ക്ക് ആ മെമ്മറി വീണ്ടും സ്റ്റക്ക് ആവുകയാണ്. ഇത് വിമൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്ത് നിന്നും വിമൽ പെട്ടെന്ന് പോകുന്നത് തന്റെ ബാത്ത് ടബിലേക്കാണ്. അവൻ ആ സമയം ആ ഡിവൈസ് കണക്ട് ചെയ്ത് കിടക്കുകയായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവൻ ആ ഡിവൈസ് ഊരി പുറത്തേക്ക് വരുമ്പോൾ അവന്റെ വൈഫ് അനിന്ദിയും അവന്റെ മകളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ മെമ്മറിയും സ്റ്റക്കായിട്ട് അവരും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വാതിൽ തുറക്ക്, ഗെയിം തീർത്ത് വിമൽ ഉണരൂന്ന് പറഞ്ഞിട്ട് ആരോ വിളിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.